ശ്രീ ടോമി, അങ്ങയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അങ്ങയുടെ ഭാര്യ പ്രത്യേകിച്ച് സമാനതകളില്ലാത്ത ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഭാര്യയെ തള്ളിപ്പറയാതെ, കുറ്റപ്പെടുത്താതെ ഒപ്പം ചേർത്ത് നിർത്തുന്ന അങ്ങയുടെ നല്ല മനസ്സിന് ആദ്യമേ തന്നെ ബിഗ് സല്യൂട്ട്. എന്റെ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? തീർച്ചയായും നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് യമനിൽ എത്തിച്ചേരുന്നു. പിന്നീട് നിമിഷപ്രിയ ഈ ജയിലിലാകുന്നു. എന്താണ് ഇതിന് പിന്നിൽ ഉണ്ടായത്, ടോമി? ഇത് എല്ലാവർക്കും നമസ്കാരം. ഇത് സംഭവിച്ച കാര്യങ്ങൾ ഇന്നിപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും 2015 മുതൽ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവമാണ്. അതായത് മെയിനായിട്ട് അതിൻ്റെ ഒരു കാരണവും MLA യുദ്ധം തന്നെയാണ് അതിന്റെ കാരണം. 100% അത് തന്നെയാണ്. യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പരസ്പര സ്നേഹത്തിലും സന്തോഷത്തിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ചിട്ട് കുറെ വർഷം 2012 മുതൽ ഞങ്ങളവിടെ യമനിലുണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് കൊച്ചൊക്കെ ഉണ്ടായി. അതിനുശേഷം നാട്ടിലേക്ക് വന്ന് ഒരു ഏകദേശം 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫ് നാട്ടിലേക്ക് വരികയും അങ്ങനെ കൊച്ചിന്റെ മാമോദിസയൊക്കെ നടത്തി പോകുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളെടുത്തൊരു തീരുമാനമാണ് ഒന്നിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞാൽ വൈഫ് ഹോസ്പിറ്റലിലും ഞാൻ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയില് എന്തെങ്കിലും വരുമാന മാർഗമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ കുഞ്ഞെന്ത് ചെയ്യുന്നത്. അന്നേരവും ഈ അമ്മ, എൻ്റെ അമ്മ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ആ അമ്മ നിമിഷയുടെ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട, എൻ്റെ അമ്മേനെയും ബുദ്ധിമുട്ടിക്കണ്ട എന്നൊരു ധാരണ ഞങ്ങൾ തമ്മിലെടുത്തിട്ട് ആണ് ഞങ്ങൾ ഈ കൊച്ചും ഞാനും വൈഫും കൂടെ ഒന്നിച്ച് ജീവിക്കാം എന്നൊരു ധാരണയിലേക്ക്, അതായത് ഗൾഫിലായിക്കൊണ്ട് എവിടെയാലും ജീവിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങളൊരിടത്തൊരു ഒരു തീരുമാനമാണ്, ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു ക്ലിനിക്ക് തുടങ്ങിയാൽ നമുക്ക് ഒരു ജീവനമാർഗമാവും, അതോടൊപ്പം തന്നെ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു തീരുമാനം ഞങ്ങൾ രണ്ടുപേരും എടുത്തത്, ഞങ്ങളുടെ തീരുമാനമാണത്. അതിലൂടെ ഞങ്ങൾ മറ്റുള്ളവരെ പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും മറ്റുള്ളവരോട് നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ച് കുറച്ച് പൈസ വേണം, അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്കൊരു ക്ലിനിക്ക് തുടങ്ങാനാണ്. അപ്പം എന്നോടുള്ള വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും എനിക്ക് കുറെ ആളുകളെ എനിക്ക് പൈസ തന്ന് സഹായിച്ചു. ഞങ്ങൾ അതിലുപരി ഒരു ഹോസ്പിറ്റൽ അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. അപ്പൊ ഞങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്കൊന്നും ലൈസൻസ് അവിടെയുള്ളവർക്ക് കിട്ടില്ല. അതുകൊണ്ട് യമനിലുള്ള ഒരു യമൻ പൗരന്റെ ആരെങ്കിലും ഒരാളുടെ ഇതിലാണ് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ. അത് അറിയാവുന്നതുകൊണ്ട് അത് നോക്കി അന്വേഷിച്ച് കുറച്ചൊക്കെ അന്വേഷിക്കുക മാത്രമൊന്നുമല്ല, ഒരു ചീറ്റിങ്ങിലും പെടരുത്. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും പ്യൂർ ആയിരിക്കണം എന്നൊരു ചിന്താധിക്കാരനാണ് ഞാൻ അന്നും ഇന്നും. അതുകൊണ്ട് കുറെ റിസ്ക് ഞാനിപ്പോഴും എടുക്കുന്നുണ്ട്. അത് ശകലം നല്ല എടുത്തേക്കണേ. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു വാക്കിലൂടെ ജീവിക്കുന്ന ആ ഒരു രീതിക്ക് എടുത്തിട്ടാണ് ഞങ്ങളന്ന് അവിടെ നിന്നെങ്കിൽ പോലും, അല്ല തീരുമാനം എടുത്തെങ്കിൽ പോലും, അപ്പൊ അതിൻ്റെ അതൊരു കൊള്ളാവുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നുന്ന തലാൽ എന്ന് പറഞ്ഞ വ്യക്തി കുഴപ്പമില്ല. കാരണം ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ പുതിയത് ഹോസ്പിറ്റൽ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം വൈഫ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് വരുന്നതായിരുന്നു തലാലും ഭാര്യയും 2 കുഞ്ഞുങ്ങളും. 2 കുഞ്ഞില്ല, ഒരു കുഞ്ഞ്. കൃത്യമായിട്ട് പറയാൻ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്. രണ്ടാമത്തെ കുഞ്ഞൊക്കെ 2015 ഇവിടെയുള്ള സമയത്ത് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് തലാലിന്റെ ചേട്ടനും വൈഫും പിള്ളേരും ട്രീറ്റ്മെന്റ് അവിടെ വരുന്നത്. അവിടെ അടുത്താണ് അവർ വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ പല ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് ഒരു മനസ്സ്, ആരാണ് നല്ലത്, നല്ല എളിമയുള്ളവരും നന്മയുള്ളവരും ആരാണെന്ന് തിരിച്ചറിയുന്ന, അറിയാത്തതുകൊണ്ടോ അറിയാവുന്നത്. അപ്പം ഞങ്ങളുടെ മനസ്സിൽ അത് കണ്ടിട്ടാണ് വൈഫ് അത് പ്രത്യേകിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഈ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്ക് നടത്തുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതിനൊരു ലൈസൻസ് എടുത്തിട്ടാണുള്ള ഒരാളെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ തലാലിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരാളായി തോന്നിയതിന്റെ പേരിലാണ് അങ്ങനെ ഇത്. അപ്പൊ ഞങ്ങൾ ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നന്നായി കണ്ടാൽ മതി, ഞാൻ ലൈസൻസ് എടുത്തു തരാം. ലൈസൻസ് എടുത്തു തരുന്നത് തലാലല്ല, പൈസ എന്റെയാണ്. പക്ഷെ തലാലിന്റെ പേരിൽ എടുത്തു തരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു തീരുമാനമാണ് ഞങ്ങളെ ഇവിടെ വരെ ഈ ക്ലിനിക്ക് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടെന്ന് അറിയാം, നമുക്ക് അത്യാവശ്യം കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ആളുമായിട്ട് പല നാളത്തെ ഇടപെടലുകൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു മാന്യതയും പക്വതയുള്ള ഒരാളായിട്ട് തോന്നിയിട്ടാണ് അങ്ങനെ ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ കാശ് കൊടുക്കുക, ലൈസൻസ് ആരെടുത്ത ലാസ്റ്റ് ആകുമ്പോൾ ഇതെന്റെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്റെ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ശ്രീ ടോമി, അതായത് ഈ ലൈസൻസ് എടുക്കുവാനുള്ള ഒരു തീരുമാനം എടുത്തു, അത്
പുരോഗമിക്കുന്നു. അത് ഒരു ഫൈനൽ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നു. അതിനുശേഷമാണോ ഈ തലാൽ കേരളത്തിലേക്ക് വരുന്നത്? നേരത്തെ അങ്ങ് പറഞ്ഞത് അതെ 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 100%. അങ്ങനെ വന്നപ്പോ അവരൊരു ആഗ്രഹം പറഞ്ഞ വേറൊന്നുമല്ല. അതായത് മരുഭൂമി, അതായത് ഗൾഫ് രാജ്യങ്ങൾ അറിയാലോ, അങ്ങനെ കിടക്കുന്ന ഒരാൾക്കാർക്ക് നമ്മൾ കേരളം പോലുള്ള സ്വർഗം പോലുള്ള സ്ഥലത്തെ പ്രകൃതി മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ ഉണ്ട്. ഒത്തിരി പേർക്കുണ്ട്. പക്ഷെ അതിൽ ഒരാളാണ് തലാൽ. അപ്പൊ ഞങ്ങളോടൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് കേരളം ചുറ്റിക്കറങ്ങി കാണുന്ന ഒരു ആഗ്രഹം, ഞങ്ങളെല്ലാം തീരുമാനിച്ചതിന് ശേഷം ഒന്ന് കാണുന്ന ഒരു ആഗ്രഹം പറഞ്ഞു. ആ ആഗ്രഹം പറഞ്ഞപ്പം 1 മാസത്തെ ലീവിലാണ്, ലീവ് എന്നല്ല 1 മാസത്തെ ഇതിലാണ് വരുന്നത്. അതിന് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് ചെയ്തിട്ടാണ് പോന്നിരിക്കുന്നത്. ഇനി തിരിച്ചു പോകുന്ന സമയത്ത് ഞാനും വൈഫും കൊച്ചും എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഞങ്ങൾ പോകാനിരിക്കുന്നത്. അതിനിടയ്ക്ക് തലാലുണ്ടെങ്കിൽ തലാലും കൂടി ഞങ്ങൾ, അതിനിടയ്ക്ക് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് കാര്യത്തിൽ ഡിലേ വന്നു. ആ ഡിലേ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് ആരുടെ അക്കൗണ്ട് നമ്പർ ഒന്നും അവിടെ ഇല്ല, ഞങ്ങളുടെ അക്കൗണ്ട് ചേർന്നിട്ടില്ല അവിടെ. അതുകൊണ്ട് പൈസ അയച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ ആളെ ഏൽപ്പിച്ചിട്ട് ഇന്ന അക്കൗണ്ടിൽ, ഞങ്ങളുടെ അക്കൗണ്ടിൽ ഞങ്ങൾ എംഎൽ നിൽക്കുവാണ്, ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടതാന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം എനിക്ക് വന്നതിന്റെ പേരിലാണ് ഞാൻ 1.25 മാസം ഈ കൊച്ചിനെയും വെച്ചുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് വണ്ടി എടുത്ത് കറങ്ങി ഭക്ഷണം പോലും നേരെ കഴിക്കാതെ ഞാൻ ആ പൈസ ഉണ്ടാക്കി. 2015 യുദ്ധം തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഞാൻ ബാക്കി പൈസ ഞാൻ അക്കൗണ്ടൊക്കെ അവിടെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ആ പൈസ അയച്ചു കൊടുത്തിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ വിളിച്ചു പറയുന്ന സമയത്താണ് പപ്പ ഇവിടെ യുദ്ധം തുടങ്ങിയത്. പപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ എന്നെ വിളിച്ച് അങ്ങനെ എന്നോട് പറയാം, ടോമി എന്ന് പൊട്ടിക്കോ, എന്നോട് പറയണ യുദ്ധം തുടങ്ങിയത്. പൈസ എല്ലാം കിട്ടി കഴിയുമ്പോഴാണ് അവിടെ യുദ്ധം തുടങ്ങുന്നത്. ഞാൻ ചോദിക്കുകയും ചെയ്തു. അതിലുപരി ഞാൻ പറഞ്ഞു ഇവിടെ വാർത്തയിലൊന്നും വന്നിട്ടില്ല, ന്യൂസിലൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അതൊക്കെ വരുമ്പോ അപ്പൊ ഭയങ്കര ശക്തമായിട്ട് ഭയങ്കര യുദ്ധമാണ് പറയുന്നതിനോട് പറഞ്ഞു. പിറ്റേ ദിവസം ടിവിയില്, പേപ്പറിൽ എല്ലാത്തിലും വന്നു. തീരുമാനം തുറന്നു വരുന്ന സംഭവങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞോളൂ ടോമി. അതുകൊണ്ടാണ്. ഓക്കെ. അതിനുശേഷം തലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിൽ ഞങ്ങൾ ലൈസൻസ് എടുത്ത് ഹോസ്പിറ്റൽ തുടങ്ങി. എല്ലാം നാച്ചുറലായിട്ട് ഭംഗിയായിട്ട് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആ ഒരു സമയം വന്നു കഴിയുമ്പം ഞങ്ങൾക്ക് 3 പേർക്കും ഒന്ന് ജീവിക്കാൻ പറഞ്ഞ എല്ലാ പരിപാടി ചെയ്തേ. തലാലും എടുക്കാനായിരുന്നു. അവിടെ ചെന്നപ്പം കുഴപ്പമില്ല. അതിനുശേഷം ഞങ്ങൾക്ക് ഹുണ്ടായിട്ട് സെന്റ് കാർ മേടിച്ച് ഞങ്ങളുടെ ഹോസ്പിറ്റൽ സാധനങ്ങളൊക്കെ, ഈ ക്ലിനിക്കിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങാനും പിടിക്കാനൊക്കെ ഞങ്ങൾക്ക് വേണം. ഒരു വണ്ടി ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മെഡിസിൻ മേടിക്കണം, പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വണ്ടി മേടിച്ചു. നമ്മളൊരു 10-20 പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് വണ്ടി മേടിക്കാൻ പൈസയാവും. അങ്ങനെ ഒരു വണ്ടി മേടിച്ചത് അത് നിമിഷപ്രിയയുടെ പേരിലേക്ക് എഴുതണമെന്ന് പറഞ്ഞിരുന്നത്. അത് തലാല് അവന്റെ പേരിൽ തന്നെ എഴുതിയെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി ചോദ്യം ആദ്യം 2-3 മാസത്തേക്കൊന്നും ചോദിക്കാനൊന്നും പോയില്ല. കാരണം വെച്ചാൽ എനിക്ക് എന്റെ കാരണം ചോദിച്ചാൽ ഞാൻ ഈ പൈസ കൊടുത്തതിന് ശേഷം യുദ്ധം വന്നല്ലോ, അതിന്റെ തലേദിവസം യുദ്ധം വന്നല്ലോ. പിന്നെ എനിക്കും കൊച്ചിനും അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ആ സാഹചര്യം വന്ന സമയത്ത് നമുക്ക് ഒരാളെ ഒഴിവാക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അവിടെ ഒരു വണ്ടി ഓടിക്കാനോ പിടിക്കാനോ ഒരാൾ വേണം, എന്താ മെഡിസിന്റെ മറ്റുള്ള കാര്യത്തിനൊക്കെ വേണം. തലാൽ എന്ന് പറഞ്ഞ വ്യക്തിനെ ഞങ്ങൾ നടത്തി 6 മാസത്തേക്ക് തലാലിനെ ഹെൽത്തുമായിട്ട്, അതായത് ഹെൽത്തിന്റെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവാണ്. അതുകൊണ്ട് ഹെൽത്തിന്റെ ആൾക്കാരൊക്കെ വരുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു നാഥനായിട്ട് ആരുടെ പേരിലുള്ള ലൈസൻസ് അവർക്ക് അവിടെ നിൽക്കണം. അതിനുവേണ്ടി ഞാനും വൈഫും കൂടെ തീരുമാനിച്ചാണ് ഒരു നിശ്ചിത സാലറിയും കൊടുത്തിട്ട് ഒരു 5-6 മാസത്തേക്കെങ്കിലും നമുക്കൊരു പ്രാക്ടിക്കൽ ആകുന്നോടം വരെയെങ്കിലും ഈ തലാലിനെ അവിടെ നിർത്തുമെന്ന് പറഞ്ഞു ഒരു സാലറി ഞങ്ങൾ ഫിക്സ് ചെയ്താ. ഇവിടെ നാട്ടില് ഹോസ്പിറ്റലിൽ തുടങ്ങി 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും, എന്നറിയില്ല. എന്തായാലും ഒരു ക്രിട്ടിക്കലായ ഒരു സ്റ്റേജ് വന്നതന്നെ ചോദിച്ചാൽ ഞങ്ങൾക്കൊരു ക്യാഷറെ വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാഷർ എടുത്ത് പോയി വൈഫ് പോയി നിമിഷപ്രിയ പോയി പൈസ എടുക്കാൻ വേണ്ടി നോക്കും. ചെറിയ പൈസയേ ഉള്ളൂ, ബാക്കി പൈസ എന്തെങ്കിലും ചോദിച്ചു. അപ്പം ക്യാഷർ പറഞ്ഞു അത് തലാലെടുത്തെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് പൈസ എടുക്കേണ്ട കാര്യമല്ല, എന്റെ പൈസ എന്തിനാണ് തലാലെടുക്കേണ്ട കാര്യം ചോദിച്ചു. അതിനിപ്പോ എന്താണ് കുഴപ്പം, നിന്റെ ഹസ്ബൻഡ് പൈസ എടുക്കുന്നതിന് എന്താണ് കുഴപ്പം ചോദിച്ചു. എന്റെ ഹസ്ബൻഡൊന്നും അല്ല, എന്റെ ഹസ്ബൻഡും കൊച്ചും നാട്ടിലുണ്ട്, യുദ്ധം ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിലാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇവര് തമ്മിൽ വഴക്കും വേളം എന്ന് പറഞ്ഞാൽ ഇവള് പിന്നെ ചോദിക്കുവാണ് തലാലിനോട് എന്തിനാണ് എന്റെ പൈസ എടുത്തെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. പിന്നെ അവിടെ തർക്കം. അതിനുശേഷം ഇവരുകൊണ്ട് എന്റെ വൈഫ് കൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തതിന് ശേഷം 2015 തന്നെ ഈ 2 പേരെയും പിടിച്ച് ജയിലിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. 12 ദിവസമോ 14 ദിവസം എന്തോ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിനുശേഷം തലാല് പറയുന്നു എന്റെ ഭാര്യയാണ് ഇന്ത്യയിൽ വന്നപ്പോൾ കല്യാണം കഴിച്ചെന്നാണ് തലാല് പറയുന്നത്. അപ്പം നിമിഷപ്രിയ എന്റെ വൈഫ് പറയണു എനിക്കൊരു ഭർത്താവും കൊച്ചും നാട്ടിലുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഒന്നും കഴിഞ്ഞില്ല. ഇവൻ എന്റെ സ്വത്തും മുതലും അതായത് ഹോസ്പിറ്റലിന്റെ ഇത് എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ യുദ്ധമാണ്, ഭർത്താവ് ഒന്നും കയറി വരാനും കൊടുക്കാൻ പറ്റില്ല. ഇന്ത്യക്കാർ നല്ല എല്ലാ രാജ്യക്കാരും പോവുകയാണ്. അതുകൊണ്ട് എന്റെ ഹോസ്പിറ്റലിലും എന്റെ വരുമാനങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി അവൻ ചെയ്യുന്നതെന്ന് പറയാം. സാധാരണ ഞാനത് പറയുന്നത് തെറ്റുണ്ടെന്ന് എനിക്കറിയത്തില്ല. മുസ്ലിങ്ങളുടെ ഒരു രീതിക്ക് വെച്ച് നോക്കുമ്പം ഒരു വിഭാഗം ഒന്നല്ല എന്നുള്ളത് അറിയാലോ. അപ്പം എന്താ അവരുടെ സാഹചര്യം പോലെ എന്തെങ്കിലും ചെയ്യായിരിക്കും. ഓക്കെ, എന്തായാലും അപ്പൊ അതുകൊണ്ട് അവള് വൈഫ് പറഞ്ഞു. അവസാനം മറ്റേ അവിടുത്തെ പോലീസുകാരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ എന്നെ കല്യാണം കഴിച്ചു, ഞാൻ അവനെ കല്യാണം കഴിച്ചു, എന്ത് ചെയ്തുവാണെങ്കിലും അതിന്റെ രേഖ എന്നെ മേടിക്കുന്നു പറഞ്ഞു. അന്ന് രേഖ ചോദിക്കുക.
എന്ന് പറഞ്ഞപ്പം രേഖയില്ല. അവസാനം വന്നപ്പം അവൻ ആരെയോ വിളിച്ച് പറഞ്ഞിട്ടാണ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്. ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എൻ്റെ ഇരിപ്പുണ്ട്. ഞാനൊരു കുറച്ച് പേരൊക്കെ കാണിക്കുകയും ചെയ്തിട്ട് ഞാൻ സൗദിയിലേക്ക് കൂട്ടിയിട്ട് അതിന്റെ ഇതൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യിച്ചാൽ അത് എഴുതിയിരിക്കുന്നത് മുഹമ്മദ്, അത് പറയാം ഈ ചാനലിൽ പറയാൻ പറ്റുമോ, അത് പബ്ലിസിറ്റി ആണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയാണ്. മുഹമ്മദിന്റെ മകളായ നിമിഷപ്രിയയും അബ്ദുള്ളയുടെ മകനായ തലാൽ അബ്ദുൽ മബ്ദീൻ തമ്മിൽ വിവാഹം ചെയ്തു എന്നാണ് അതിന്റെ അകത്തുള്ളത്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് വായിച്ചപ്പോൾ തന്നെ ഇപ്പൊ റോങ് ആണെന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും യമൻ കോടതി അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് കൃത്യം അറിയില്ല. എനിക്ക് എന്റെ പേപ്പേഴ്സും എന്റെ ഡീറ്റെയിൽസും എനിക്ക് തന്നിട്ടില്ല. എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെയും കൊണ്ട് ചോദിപ്പിക്കാനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്ന് പിന്നെ അതിനുശേഷം തലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഇവര് പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ റിലീസ് ചെയ്ത് പോയിരുന്നു. വീണ്ടും വരുമ്പോൾ ഇതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ വൈഫ് ഇവന്റെ ഇഷ്ടത്തിന് ഇവന്റെ ഭാര്യ ആളായിട്ട് നിൽക്കണം എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ തലാൽ അവകാശപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുവാണെങ്കിൽ ഈ ഹോസ്പിറ്റലിന്റെ വരുമാനം മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കും തലാൽ അബ്ദുൽ മബ്ദി എന്ന് പറഞ്ഞ ഒരാള് യമനിലെ വലിയൊരു ഷെയ്ക്ക് ആയിരിക്കും ചിലപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, സാധാരണക്കാരനാണ്. പക്ഷെ അവിടുത്തെ പൗരത്വമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ആ പൗരത്വത്തിന്റെ പേരിൽ നമുക്ക് ഒരു ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഇന്ത്യക്കാർക്ക് കിട്ടില്ലാത്തതിന്റെ പേരിലാണ് അങ്ങനെ എടുത്തേക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തലാല് ഈ കാര്യത്തിൽ നല്ല നോർമൽ നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ എന്റെ കൂടെ ഒരു മാസം ഉണ്ടായിരുന്നല്ലേ, എനിക്ക് കൃത്യമായി 27 ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. പക്ഷെ ഇതിനുശേഷം അവിടെ ചെന്നപ്പോൾ യുദ്ധം വന്നതോടുകൂടി ആളുകൾ ഇതിന്റെ സംസാര രീതി മാറി. ഞാൻ വൈഫിനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഫോൺ എടുക്കുന്നത് തലാലാണ്. അപ്പൊ തലാല് പറഞ്ഞു, ഞാൻ ചോദിക്കുന്നു അപ്പൊ എവിടെ ഇരിക്കും, ഇവൻ പുറത്തും വൈഫ് ഹോസ്പിറ്റലിൽ വന്നു പറഞ്ഞു. തലാലിന്റെ പേരിൽ നിമിഷപ്രിയ ആദ്യം ആ അടുത്ത ഏരിയയില് കേസ് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്, പിന്നെ പോയിട്ടുണ്ട്, പിന്നെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കേസ് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഇടയ്ക്കൊക്കെ അടച്ചിടാറുണ്ട്, അടപ്പിക്കും, തുറക്കാൻ പറ്റില്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. എന്തായാലും യമനില് 2017 മുതൽ, ഞാൻ അതിനുശേഷം മിഷേലിന്റെ കഥ പറയാം. 2017 ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനുവരി 1 മുതൽ മരിക്കുന്നതിന്റെ 7 ദിവസം മുമ്പ് വരെ ഈ തലാൽ അബ്ദുൽ മബ്ദി ജയിലിലായിരുന്നു. യമന്റെ തലസ്ഥാനമായ സെൻട്രൽ ജയിലിലായിരുന്നു. ഓക്കെ. അത് എന്നോട് ഭാര്യ പറഞ്ഞു, അതായത് എന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഭാര്യയും കുഞ്ഞിനും ഒന്നിച്ച് ജീവിക്കുക, ഉള്ളതുകൊണ്ട് ഓണം പോലെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കുന്ന ഒരു തിയറിയും കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും 2 പേർക്കുള്ളതാണ്. അപ്പം അമ്മ പറഞ്ഞു കേട്ടില്ലേ ജയിലിൽ ചെന്നപ്പം ഉണ്ടായ അനുഭവം. ഇതാണ് എന്റെ ഭാര്യ, അതാണ് ഞങ്ങളുടെ വിശ്വാസം, അതാണ് ഞങ്ങളുടെ ഐക്യം. അപ്പൊ ഞങ്ങൾക്ക് കടം മേടിച്ചാണെങ്കിലും ഇന്നും കടം മേടിച്ചും പലരും ജീവിക്കുന്നില്ലേ, നല്ല രീതിക്കായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന വൈഫിനോട് തുടക്കത്തിൽ പഠിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ഒരു ചീറ്റിങ്ങിലും പെടാൻ പാടില്ല. എല്ലാവരുടെ മുമ്പിലും നമ്മൾ പ്യൂർ ആയിരിക്കണം. ഇത് സ്റ്റാർട്ടിങ്ങിലാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ വൈഫിന് എന്നോട് പറയാൻ പേടിയായിരുന്നു. ഇതാണ് എന്റെ വാക്കുകൾ. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പം 2017 മുതൽ ഇത് സംഭവിച്ചപ്പോൾ ജയിലിൽ കിടന്ന സമയത്ത് വൈഫിനോട് പറയാണ്, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നാച്ചുറലോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയത് 2017 മുതൽ. ഈ മരിക്കുന്നത് 7 മാസത്തേക്കാണ്. ഞങ്ങൾക്ക് ഏത് സമയത്തും വിളിച്ചാൽ എടുക്കാം, ഏത് സമയത്തും വിളിക്കാം, ഏത് സമയത്തും എല്ലാ കാര്യങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യവും സമയം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം കഴിഞ്ഞാൽ തലാൽ അബ്ദുൽ മബ്ദി എന്ന് പറഞ്ഞ ആളെ നിമിഷപ്രിയയും കേസ് കൊടുത്തിട്ട് യമന്റെ തലസ്ഥാന സ്ഥാനെ എന്ന് പറഞ്ഞ് ജയിലിൽ അടച്ചു. കേസ് കൊടുത്ത് പോലീസുകാരെ ജയിലിൽ അടച്ചു. അതുകൊണ്ട് തലാല് പുറത്തു വരുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഫ്രീഡം ഉണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ കൂടെ തന്നെ നിൽക്കും എല്ലാ കാര്യത്തിനും. വഴക്ക്, ബഹളം, അടി, അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും. ഞങ്ങൾക്കൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ ക്ലിനിക്ക് ആരംഭിക്കുന്നു, പിന്നീട് ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ തലാലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ദുരനുഭവങ്ങള് അങ്ങുമായിട്ട് നിമിഷ പങ്കുവച്ചിരുന്നോ? തീർച്ചയായിട്ടും. അതല്ല ഞാനിപ്പോ പറഞ്ഞു വന്നിട്ടിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ആ പങ്കുവച്ചതാണ് ഞാനിപ്പോ അങ്ങോട്ട് പങ്കുവെക്കണേ. അതാണ് അതിന്റെ ഇത്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമിൽ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം വെച്ചാൽ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു കുഞ്ഞുണ്ട്, ഒരു പെൺകുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഉണ്ടായ നാള് മുതൽ വൈഫ് ജോലിക്ക് പോണ സമയത്ത് പോലും കരുതലോടെ നോക്കുന്നത് ഞാനാണ്, ഒരപ്പനായ ഞാനാണ്. അന്ന് മതി മൂത്രം ഒഴിച്ചാലും അപ്പിയിട്ടാലും എന്ത് ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ. ഒന്ന് എന്റെ സ്വന്തം കുഞ്ഞെന്നല്ല, മറ്റുള്ളവർ പിള്ളേരാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ മറ്റുള്ളവർ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവത്തിൽ സാഹിത്യം വൺ ടൈം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് നന്മ കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ സാമ്പത്തിക കൂടുതലുള്ള ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. നമുക്ക് വ്യക്തമാണ്. പിന്നീട് നമുക്ക് അറിയാവുന്നതുപോലെ ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് നമ്മൾ പ്രത്യേകിച്ച് നിമിഷ ജയിലിൽ ആകാൻ ഇടയായിട്ടുള്ള സംഭവ വികാസങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ കാര്യങ്ങളൊന്ന് പങ്കുവെക്കാവോ?
ജയിലിൽ ആകുന്നതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ തലാലിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അവിടെ പറഞ്ഞാലേ ബാക്കി വരുള്ളൂ, അതുകൊണ്ട് പറയാണ്. തലാലിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പല സമയത്തും കേസ് കൊടുത്തിട്ടും നിമിഷയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിമിഷയ്ക്ക് ഒരു നീതി ലഭിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് പിന്നീട് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല സമയത്ത് പയറ്റുന്നുണ്ട്, പക്ഷെ പയറ്റിട്ടാകുന്നില്ല. കാരണം ഇവിടെ പയറ്റിന്ന് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരില്ല, ഇന്ത്യക്കാരും ഇല്ല, എല്ലാവരും വിട്ടബന്ധം എല്ലാം കരുത്ത്. അവരുടെ രാജ്യമാണ്, അവരുടെ നാട്ടുകാരാണ്. അപ്പൊ അവരും പറയുന്നതിനാണ് കൂടുതൽ വാല്യൂ ഇവിടെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഈ തലാല് മറ്റേ ഒരു സമയത്ത് ഇവന്റെ ഇഷ്ടത്തിന് വൈഫ് നിൽക്കാത്തതിന്റെ പേരില് പലരോടും കടം മേടിച്ചിട്ട് ബിസിനസ് ചെയ്യാനെന്ന് പറഞ്ഞ് മേടിക്കുക. എന്നിട്ട് അവസാനം പറയുന്നത് എന്റെ ഭാര്യയുടെ ഹോസ്പിറ്റലാണ്, അല്ല എന്റെ ഹോസ്പിറ്റലാണ്, എന്റെ ഭാര്യയോട് മേടിച്ചോളാന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ നിമിഷപ്രിയോട് മേടിച്ചത്. അപ്പൊ തലാലിന്റെ ഭാര്യ എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. എനിക്ക് ഒരു രൂപ പോലും, ഒരു റിയാൽ പോലും, യമൻ റിയാൽ പോലും ഇങ്ങോട്ട് അയച്ചു തരാൻ വൈഫിന് സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മളിവിടെ വയലുണ്ടാവുള്ളൂ, നമുക്ക് ഇതിന്റെ കാര്യവിവരങ്ങൾ അറിയുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോൾ തരാം എന്നാണ് വൈഫ് പറഞ്ഞത്. അവസാന ഘട്ടത്തില് തലാലിനെ ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ, ഒരു ക്ലിനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഈ പാസ്പോർട്ട് ആരെയും ഇല്ല. അത് ഞങ്ങളുടെ സ്വന്തം സ്ഥാപനമാണ്. ആ സ്ഥാപനത്തില് ലൈസൻസ് പാസ്പോർട്ട് ആരെ ഏൽപ്പിക്കണ്ട. ഞങ്ങളൊരു വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളത് കൊടുക്കണം. ഞങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വൈഫും കൊടുത്തിട്ടുണ്ട്, നിമിഷമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയെടുത്ത് ഞങ്ങളുടെ പാസ്പോർട്ട് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാ. അപ്പൊ രണ്ടാമത് എന്താ ചോദിച്ചാൽ പിന്നീടുള്ള ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി നിക്കക്കള്ളിയില്ല, ഇരിക്കപ്പുറത്തിയില്ല, കിടക്കപ്പുറത്തിയില്ലാത്ത അവസ്ഥ വന്നപ്പം വൈഫിനെ കൊല്ലും എന്നുള്ള തീയതിയിലേക്ക് വന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണെന്ന് ചോദിച്ചാൽ വൈഫിനെ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് കാണുന്ന ആളല്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്കുന്ന. കാരണം ഇവിടെയൊക്കെ വെടിമെടുക്കുന്ന രാവിലെ കണ്ടാലും ശരി, 24 സമയത്തും കണ്ടാലും ഈക്കില തലാല്. പക്ഷെ പിന്നീട് അപ്പം യുദ്ധം വന്നതോടുകൂടി എല്ലാവരും പോയി, ഞാൻ അങ്ങോട്ട് ചെല്ലില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരെല്ലാവരും കയറി പോയി, നിമിഷക്കാർ ഹെൽപ്പില്ല, ഇന്ത്യയിൽ ആരെ അങ്ങോട്ട് കൊണ്ടുപോയില്ല. പിന്നെ എന്താ വെച്ചാൽ നിമിഷം ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, അവളെ കൈ മുറിച്ചിട്ടുണ്ട്, എന്നെ അത് വീഡിയോ കോൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ എന്ന് മുതൽ ജയിലിലായോ അതിനു മുമ്പ് അത്യാവശ്യം, പിന്നെ അതിനുശേഷം ജയിലിന് ശേഷം ഞങ്ങൾക്ക് മിക്കവാറും ദിവസങ്ങൾ ഞങ്ങൾ 4 മണിക്കൂർ സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പിന്നെ 3 ആയി, 2 ആയി. ഇപ്പം ഓരോ ഡ്യൂട്ടിക്ക് വരുന്ന ആൾക്കാരെ സ്വഭാവത്തിനനുസരിച്ചുള്ള ചേഞ്ചിങ് ഉണ്ട്. പക്ഷെ അവിടുത്തെ പോലീസുകാര് ഇപ്പം അതുപോലെ അമ്മ പറഞ്ഞു കേട്ടില്ലേ, കുറച്ചും പറഞ്ഞില്ലേ, ഇപ്പൊ ജയിലില് അവിടെ ചെന്നപ്പോ അമ്മമാരുടെ സ്നേഹവും അമ്മമാരെന്ന് ഉദ്ദേശിക്കുന്നതിന്റെ ഒപ്പം തന്നെ അവിടുത്തെ പോലീസ് കാര്യങ്ങളും ഉണ്ട്, ഡ്യൂട്ടിയിലുള്ളവരുണ്ട്. അതായത് ഇപ്പൊ ജയിലിലായിരിക്കുന്ന സമയത്തും എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? എല്ലാ ദിവസവും അല്ല, അവർ ഫോൺ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഫോണുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നാട്ടിലൊക്കെ കേസുള്ള സമയത്ത് ഈ ന്യൂട്രലായിട്ട് കൊണ്ടിട്ട് ഓരോരുത്തർ കൊണ്ട് സീക്രട്ട് ആയിട്ട് കൊണ്ട് ഫോൺ കൊണ്ട് ഒളിപ്പിച്ച് വെച്ച് സംസാരിക്കുക, അതല്ല, അത് നാച്ചുറൽ ഫ്രീ അവർ അനുഭവത്തിന് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, തീർച്ചയായും. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ടോമി, പ്രത്യേകിച്ച് ഈ ഭാര്യ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, അല്ലെങ്കിൽ കോടതിയുടെ ആ ഒരു ഉത്തരവ് വന്നപ്പോൾ അങ്ങയുടെ മനസ്സിലുണ്ടായ ഒരു ഫീലിംഗ് ഒന്ന് പങ്കുവെക്കും. അതെ, എന്നാ കാരണം അറിയോ, എനിക്ക് അന്നും ഞാൻ പേടിച്ചൊരു കാലഘട്ടം 2015, 16, 17, 2.5 വർഷം. ആ 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ പിടിച്ചത് ഈ നിമിഷം എനിക്ക് പേടിയില്ല. കാരണം ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. അതോടൊപ്പം തന്നെ നിമിഷം അതിന്റെക്കാളും എത്രയോ ഇരട്ടി പവറുള്ള ആളാണെന്നറിയാം അമ്മായിമ്മ, അതായത് എന്റെ അമ്മ, നിമിഷയുടെ അമ്മ. അപ്പം ഇതിനകത്ത് എന്ന് പറയുന്നത് നമ്മൾ ആരും ചതിക്കില്ല. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരാൾക്കാർക്ക് കാലങ്ങൾ അധികമൊന്നും ഗുണം ഉണ്ടാവില്ല എന്നറിയാം. പക്ഷെ ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് അത് മതി. ഒന്ന്. രണ്ടാമത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിമിഷ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വായ കൊണ്ട് പറഞ്ഞത് ശരിയോ തെറ്റോ നോക്കും. ഞാൻ അതിനുള്ള അന്വേഷണങ്ങൾ വേറെ നടത്തും. കാരണം എന്റെ ഭാര്യയ്ക്ക് നുണ പറയാലോ. കാരണം സാധാരണ ലൈവായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം അവിടെ തുടർന്ന് പോകാത്ത സമയത്ത് നമുക്ക് പല ആശങ്കകളുണ്ട്. അത് ശരിയോ തെറ്റെന്ന് അറിയാൻ വേണ്ടി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. തലാൽ അബ്ദുൽ മബ്ദി എന്ന് പറഞ്ഞ ആള് ജയിലിൽ കിടപ്പുണ്ടോ ഇല്ലയോ എന്ന് ഉണ്ടെന്ന് അവള് പറയുന്നു, ഉണ്ടോ ഇല്ലയോ അഡ്രസ് തരാൻ പറഞ്ഞു. ഇവിടുന്ന് ഞാനൊരു അറബിനെ വിട്ടാണ് അന്വേഷണം നടത്തി, വീഡിയോ സഹിതം എന്റെ ഇരിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞു, മാധ്യമങ്ങൾ ആര് വേണമെങ്കിലും എന്റെ അടുത്ത് വരട്ടെ, മുഖ്യമന്ത്രി ആരെങ്കിലും ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനമാനമുള്ളവർ ഇങ്ങോട്ട് എന്റെ അടുത്ത് വന്ന് ചോദിക്കും. കാരണം അതെന്താന്ന് ചോദിച്ചാൽ എല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു പരിധി. ഞാൻ അവിടെ നിന്നാണ്. പിന്നീട് എന്താ ചോദിച്ചാൽ ഞങ്ങളുടെ വണ്ടി കൊണ്ട് വിറ്റു. ഞങ്ങൾക്ക് 2.5 വർഷം ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ ഒരു വരുമാനം ഞങ്ങൾക്കില്ല. അതുകൂടാതെ തന്നെ രാത്രിയിലും പകലും 24 മണിക്കൂറും ജോലി ചെയ്തിട്ട് എനിക്ക് തരേണ്ട പൈസ പോലും അവിടെയുള്ള ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അവള് എന്താ കാരണം ചോദിച്ചാൽ അവളെ കൊല്ലും, ഞാനാകുമ്പോ കൊല്ലില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു പൈസയുടെ പിന്നീട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ എന്താ ചോദിച്ചാൽ ഈ തലാല്, എനിക്ക് ഒരു കാര്യം പറയത്രേ ഉള്ളൂ, തലാല് നല്ല മനസ്സുള്ള ആളായിരിക്കാം, ആണെന്ന് അഭിനയിച്ചതായിരിക്കാം, എന്തൊക്കെ ആയിക്കോട്ടെ. പക്ഷെ എന്തായാലും ഇന്ത്യ വെച്ചുവെന്ന് കല്യാണം കഴിച്ചുവെന്നും അതോടൊപ്പം തന്നെ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു അവിടുത്തെ കോടതിയെയും
അവിടുത്തെ പോലീസുകാരെയും അവിടുത്തെ ഷെയ്ഖുമാരെ വരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഒരു കാര്യം ഞാൻ ചോദിക്കാതിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ കേരളത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ വിവാഹ ആൽബത്തിലെ ഒരു ഫോട്ടോയൊക്കെ ആള് തരത്തിൽ കൈക്കലാക്കി. അത് പിന്നീട് കൈക്കലാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് കാണിച്ചപ്പം എടുത്തു എന്നുള്ളത്. ഫോട്ടോ എടുത്തു. ഓക്കെ, അതുകൂടാതെ തന്നെ എന്റെ വൈഫിന്റെ ഫോണിലുണ്ട് ഞങ്ങളുടെ മാരേജ് ഫോട്ടോ എല്ലാം. ഓക്കെ 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 അത് എടുക്കുകയും അതെടുക്കെന്ന് പറഞ്ഞാൽ ഫോൺ എടുത്തത് ബലമായിട്ട് തന്നെയാണ്. അല്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മള് സ്നേഹം നമ്മള് ആൽബമെല്ലാം കാണിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു സഹോദരനെ പോലെ നമ്മളൊരു വിശ്വാസം. ഓക്കെ. ഒപ്പം തന്നെ ഈ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരുന്നോ? നിമിഷയുടെ പാസ്പോർട്ട് ഈ തലാല് പിടിച്ചു വെച്ചിരുന്നോ? പാസ്പോർട്ട് പിടിച്ചു വെച്ചതിനൊപ്പം തന്നെ തൊട്ട് മുമ്പിലത്തെ ഒരു വാക്കും കൂടെ പറഞ്ഞാലേ അതിന് പോയിട്ടുള്ളൂ. അതായത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഉണ്ടായിരുന്ന ഫോട്ടോയിനെ എന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് തലാലിന്റെ ഫോട്ടോ കയറ്റി വെച്ചിട്ട് അവിടെ എല്ലാവരെയും കാണിച്ചു, പോലീസുകാരെ കാണിച്ചു, കോടതിയെ കാണിച്ചു. അപ്പോഴും ഇവള് പറഞ്ഞു എന്റെ ഭർത്താവല്ല, എന്റെ ഭർത്താവ് കൊച്ചു നാട്ടിലുണ്ട്, ഇത് ഇവർ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, എന്റെ സ്വത്ത് മുതലും എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇന്ത്യ വെച്ച് കല്യാണം കഴിച്ചാണെങ്കിൽ എങ്ങനെയാ ഒരാൾ യമനിൽ നിൽക്കുന്നു ഒരാൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഫോട്ടോ എങ്ങനെയാ ഈക്വൽ ആയിട്ട് വരുന്ന? എങ്ങനെയാ? സെയിം ആണ്. ഒരു കാറിനോട് ചാരി നിന്നിട്ട് രണ്ടുപേരും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ കാറ് ഫുള്ളായിട്ടോ കുറച്ചെങ്കിലും കാറിന്റെ എന്തായാലും കിട്ടുമല്ലോ, രണ്ടുപേരും കിട്ടുമല്ലോ. നേരത്തെ എനിക്ക് എന്റെ വൈഫ് ഇട്ട് വന്നേക്കുന്നതാണ് 3 ഫോട്ടോ 2017 അന്നേരം പറഞ്ഞു ഇതിൽ കണ്ടാൽ തന്നെ അറിയാമല്ലേ രാവും പകലും വ്യത്യാസം. പിന്നെ അപ്പൊ പോലീസുകാർക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞത് അവൻ പറയുന്നില്ല എന്റെ കാര്യങ്ങൾ, ഞാൻ നീതി തേടി പോയി എനിക്കൊന്നും ലഭിച്ചില്ല. ഷെയ്ഖുമാരും അവിടുത്തെ പോലീസുകാരും അവിടുത്തെ എന്താ പറയാ കോടതിയുമാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് അവള് പറഞ്ഞു. എന്ന് പറഞ്ഞ മാക്സിമം വൈഫിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അവള് നീതി തേടി പോയി. അപ്പൊ അതിനുവേണ്ടി ചെലവിലുള്ള കാശും ഈ ഹോസ്പിറ്റലിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവൻ കൊണ്ടുവന്ന് മിച്ചുള്ളവർക്ക് പിടിച്ചു വെച്ച് എന്തെങ്കിലും കാലത്ത് ഈ കേസ് വയ്ക്കാൻ വേണ്ടി പോയി. പിന്നെ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയത്തില്ല. ഒരു കാര്യം കൂടെ, അതിനുശേഷം മകളുടെ കാര്യത്തിലേക്ക് വരാം. അതായത് ഈ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ തലാലുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇങ്ങനത്തെ വാക്കുതർക്കങ്ങൾ, വാഗ്വാദങ്ങൾ, ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്നു. ആ ഒരു ഘട്ടത്തിൽ തലാലുമായിട്ട് സംസാരിക്കുവാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ജയിലിലാകുന്ന ഇപ്പോഴത്തെ ഏറ്റവും ലാസ്റ്റ് ജയിലിലാകുന്നതിന് മുമ്പ്, അതായത് 2017 ജനുവരി മാസം ജയിലിലാകുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ജയിലിലായ സമയത്ത് ഈ തലാൽ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്. തലാൽ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ, അറബിലാണ് പറഞ്ഞത്. എനിക്ക് നന്നായിട്ട് അറബി ക്ലിയർ അല്ല എങ്കിൽ പോലും പറഞ്ഞ് അവൾ എന്നെ ജയിലിലടച്ചു, എന്റെ പേരിൽ കേസ് കൊടുത്തു, അവള് മോശക്കാരിയാണ് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ വരുന്നതിന് മുമ്പും അവിടുന്ന് ഒക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ലൈസൻസ് എടുത്ത് വരുന്നതിനും നിങ്ങൾ ഒക്കെ ആയിരുന്നു. അപ്പൊ അവള് മോശക്കാരി നല്ല ആളല്ലേ? ഞാനും നല്ലതാണ്, അല്ലെങ്കിൽ എന്റെ ഭാര്യയും നല്ലതാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെയാ പെട്ടെന്ന് എങ്ങനെയാ മനമാറ്റം വന്നെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. എന്നെ രാത്രി വിളിച്ചതന്നല്ല, അവൻ പറഞ്ഞിട്ട് ഇതിൽ വലിയ ഇതിലാ പറഞ്ഞേ, ഷൗട്ട് ചെയ്താ പറഞ്ഞേ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് എന്റെ ഭാര്യനെ ഫോൺ വിളിക്കുന്ന സമയത്ത് തലാലാണ് ഫോൺ എടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞത് അവള് ഹോസ്പിറ്റലില്, ഞാൻ പുറത്താണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഞാൻ അറിയണേ എന്റെ ഭാര്യയുടെ 5-6 ഫോൺ എറിഞ്ഞു പൊട്ടിച്ച് കളയുകയും അതോടൊപ്പം തന്നെ സിം കുത്തി ഒടിച്ച് കളയുകയും എന്നെ കോൺടാക്ട് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനാണ് 26 സിം. ഇന്നും വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ രേഖ സാറിന് തരാം. പ്രത്യേകിച്ച് ഇപ്പോൾ മകളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? അമ്മയായിട്ട് ഈ നിമിഷയായിട്ട് ഈ നിമിഷ വിളിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഫോൺ കിട്ടുമ്പോൾ വിളിക്കുന്നുണ്ട് അങ്ങ് പറഞ്ഞു. ഈ വിളിക്കുന്ന സമയങ്ങളിൽ ഈ മകളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മകൾക്ക് അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാനിപ്പോ 2-3 വർഷമായിട്ട് എന്റെ സാഹചര്യങ്ങളാലോ ഏറ്റവും വലുത്. അതുകൊണ്ട് എനിക്ക് ഞാനിപ്പോ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് മുട്ടിക്കുന്ന വരുന്നു, അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പോലും ഏത് ജോലിയും നമുക്ക് ഒക്കെയാണ്. പക്ഷെ എങ്കിലും അങ്ങനെ ആ സമയത്ത് ഞാനൊരു കുഞ്ഞു റൂമിലാണ് താമസിക്കുന്നത്, വാടക താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കൊച്ചിനെ ഇട്ടിട്ട് ഞാനൊരു ഓട്ടോറിക്ഷ കൊണ്ട് പോയിട്ട് കൊച്ചു സ്കൂൾ വിട്ടിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ലീവുള്ള സമയത്താണെങ്കിലും ഓട്ടം പോകുമ്പോൾ കൊച്ചും കൂടിയാണ്, എവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ചായ ഇട്ട് കൊടുക്കണം, എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഒരു അപ്പനായി ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മറ്റുള്ളവരാരെയും ഏൽപ്പിച്ചിട്ടില്ല. എന്റെ വീട്ടുകാരെയോ എന്റെ അമ്മേനെയോ അല്ലെങ്കിൽ നിമിഷയുടെ അമ്മേനെയോ ഒന്നും ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തന്നെ റിസ്ക് എടുത്ത് ഞാൻ തന്നെ ചെയ്യുന്നതാണ് അന്നും ഇന്നും. അപ്പൊ അങ്ങനെയുള്ളപ്പം ഈ കൊച്ചിനെ ഞാൻ 2-3 വർഷമായിട്ട് ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ കൊച്ച് അമ്മയുടെ സ്നേഹം, സാന്ത്വനം, മുലപ്പാല്, ചൂട്, വഴക്ക്, ദേഷ്യം എന്തൊക്കെയുണ്ടോ അതൊന്നും അനുഭവിക്കാതെ ജീവിക്കുന്ന ഒരു കൊച്ച. അതുപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അമ്മയ്ക്കും ഇതുപോലെ മോളുടെ കൊച്ചിന്റെ ഒന്നും കിട്ടാതെ വിടുന്നൊരു അമ്മയാണ് നിമിഷപ്രിയ. അപ്പൊ ഞാനെനിക്ക് ചെയ്യാവുന്ന മാക്സിമം ചെയ്യുകയും നല്ലത് പറഞ്ഞു കൊടുക്കുകയും നന്മയുടെ ദൈവവിശ്വാസത്തിലൊക്കെ വളർത്തുകയും എന്നെ കൊണ്ടാവുന്നവരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
പക്ഷെ അതുകൊണ്ട് കൊച്ചു മിടിക്കുകയാണ്. പക്ഷെ കൊച്ചിന് അമ്മയെ കാണാതെ വിഷമമുണ്ട് എപ്പോഴും ചോദിക്കും. ഞാൻ 2.5 വർഷം മുമ്പാണ് ഓക്കെ മാനസികമായിട്ട് തകർന്ന കൊച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായിരിക്കുന്നു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം, പ്രത്യേകിച്ച് ഈ തലാലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് അങ്ങേക്ക് തോന്നുന്നത്? എനിക്കറിയുന്ന അറിവ് ഞാൻ പറയാം. അറിയുന്നതും വിശ്വാസമുള്ള നമുക്കുള്ള വിശ്വാസം ഞാനും ഫയലും തമ്മിലുള്ളതാണ്. പിന്നെ പ്രാദേശികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കാര്യത്തിൽ ഞാൻ നിന്നതിന്റെയൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഈ ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് സാധാരണ ആൾക്കാർ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് പോയി അന്വേഷിക്കും പ്ലീസ് എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഒരുപാട് പൈസ ഇവിടേക്ക് ഫോൺ ചെയ്ത ഒരാളാണ് ഞാൻ. നിമിഷപ്രിയയുടെ കേസോട്ട് 2.5 ലക്ഷം രൂപയ്ക്ക് ഫോൺ ചെയ്ത വ്യക്തിയും കൂടിയാണ്. സംശയം ഉണ്ടെങ്കിൽ അത് ഇതൊക്കെയാണ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഇത് മറ്റുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞല്ലോ, മറ്റുള്ളവർ പറഞ്ഞല്ലോ കഥയല്ലത്. അപ്പം അതിൽ വേദനകളെല്ലാം നമ്മൾ ഉള്ളിൽ കിടക്കണതാണ്, സത്യങ്ങളാണ് നമ്മളിത് പറയുന്നത്. പക്ഷെ വൈഫ് പറയുന്ന കാര്യങ്ങളും നമ്മുടെ അനുഭവങ്ങളും ഞാൻ വിളിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും, എല്ലാം ഞാൻ ശ്രദ്ധിക്കും. നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്ന കേസുമായിട്ട് വന്ന ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിമിഷപ്രിയയുടെ തലാലിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മരണപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാനലിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വന്നിരുന്നു. പാസ്പോർട്ട് ഉടനെ നിമിഷ വേറെ രാജ്യത്തേക്ക് മുങ്ങാൻ വേണ്ടി കടക്കവേ പിടിച്ചു. ഞാൻ നേരെ തിരിച്ചു പറയും, എന്റെ ഭാര്യനെ പിടിച്ചത് എന്നാണെന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഇവർക്ക് കുഞ്ഞൊരു അവാർഡ് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ 30ാമത്തെ ദിവസമാണ് നിമിഷപ്രിയനെ പിടിക്കുന്നത്. തലാലിന്റെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സ് ആണ് ഹനാൻ എന്ന് പറഞ്ഞൊരു നേഴ്സ് പെണ്ണ്, അറബി പെങ്കൊച്ച്, കല്യാണം കൊണ്ട് ആ പെങ്കൊച്ച് ഇന്ന് ജയിലിൽ കിടക്കുവാണ്. ആ പെങ്കൊച്ചിനെ പിടിച്ച് 3ാം ദിവസം, എന്റെ ഭാര്യനെ പിടിക്കുന്നത് 30ാം ദിവസം. നിമിഷപ്രിയ ഈ പാസ്പോർട്ടുമായിട്ട് ഓടിയതോ ചാടിയതോ അല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം. പാസ്പോർട്ട് നിമിഷയുടെ കയ്യിലാണെങ്കിൽ നിമിഷ രാജ്യം കടന്നിരിക്കും. അല്ല, ആ ഘട്ടത്തില് നിമിഷ എവിടെയായിരുന്നു? യമനിൽ തന്നെയായിരുന്നോ ഈ യമൻ? ഞാൻ ഈ നടന്ന സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാനിത് അറിഞ്ഞതല്ലേ. ഇത് അറിഞ്ഞെന്ന് പറഞ്ഞത് എന്റെ ഭാര്യ തന്നെയല്ലേ എന്നോട് പറഞ്ഞേ. നാട്ടുകാര് പറഞ്ഞത് അല്ലെങ്കിൽ പത്രക്കാര് പറഞ്ഞ കഥയൊന്നല്ലോ. പത്രക്കാരുടെ കഥയൊന്നും ഞാൻ. പിന്നെ നിമിഷപ്രിയയുടെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, തലാലിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ പോയി താമസിച്ചെങ്കിലും അവളൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമായിരുന്നു. ആ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ അന്വേഷണ സംബന്ധമായുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് പിടിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന ശേഷം ഇവര് എഴുതി മേടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷം പോലീസുകാർ നമ്പരുന്നവരെ എന്നെ പല സമയത്ത് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസമാണ്, 2ാം ദിവസമാണ് നിമിഷം അവിടുന്ന് മാറുന്നത്. ഈ മാറുന്ന സമയത്താണെങ്കിൽ പോലും മാറിയ ശേഷം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസുകാർ പിടിച്ചതിന് ശേഷവും അവിടുത്തെ പോലീസുകാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് വിളിച്ചിട്ട് ശേഷം അതിൻ്റെ അകത്തൊരു മരണപ്പെട്ട് തന്നെയല്ല, ആളുടെ മരിച്ച ശരീരത്തിനെ മുറിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് എണ്ണങ്ങൾ പല പേപ്പറിലും പല ചാനലിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ മുറിക്കപ്പെട്ട സാധനം എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് പറയുന്നതായിട്ടൊക്കെ അന്തരങ്ങളും രാത്രിയും പകലും ഒന്നും അല്ലാത്ത അന്തരങ്ങളാണ്. പക്ഷെ ഞാൻ ഈ കാര്യത്തിലൊന്നും പോകാത്തതിന്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തന്നേക്കാൻ വേറെ ആരുമല്ല, അവിടുത്തെ പോലീസുകാർ തന്നെയാണ്. മൃതദേഹത്തിന്റെ ഫോട്ടോ അതല്ലേ ഉദ്ദേശിച്ചത്? മൃതദേഹം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കിടക്കണോ, എങ്ങനെയാണ് അവസാന ഘട്ടത്തിൽ എങ്ങനെ കിടന്നിരിക്കുന്ന ആ ഒരു ഒന്നുണ്ടല്ലോ. കാരണം അതെ 160, 150, 100 കണ്ടായിരുന്നു. അതൊന്നും അല്ല, അതിന്റെ 10-1 പോലും എത്തില്ല എന്നുള്ളത് നമുക്കറിയാം. എനിക്ക് അവര് തന്നെയാണ് തന്നേക്കുന്ന, പോലീസുകാർ തന്നെ. ഞാൻ പിന്നെ അതിന്റെ അകത്തൊന്നും അധികം ശ്രദ്ധിക്കുക, ഞാനൊന്നും അതിനെപ്പറ്റി ഈ കാര്യങ്ങളോട് ചർച്ച ചെയ്യാനോ മറ്റുള്ള കാര്യത്തിനൊന്നും ആരോടും പറയാൻ പോകാത്തതിന്റെ കാരണം വേറെ ഒന്നല്ല. എന്റെ ഭാര്യയുടെ മനഃപൂർവ്വം അല്ലെങ്കിലും എന്റെ ഭാര്യ കാരണമാണ് ഒരു സഹോദരന്റെ ജീവൻ, എന്റെ അനിയന്റെ ജീവൻ, മതം എന്തോ ആയിക്കോട്ടെ, ഏത് രാജ്യത്തുള്ള ആയിക്കോട്ടെ, എന്റെ അനിയനാണ്. അതുകൊണ്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കൂട്ടിയത്, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് ആളുടെ ജീവൻ പോയതിലൊരു വിഷമമുള്ളതിന്റെ പേരിൽ എന്റെ ഭാര്യ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും കാരണമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇതിൽ പോകുന്നത്. ഞാൻ പലരോടും സംസാരിച്ചിരുന്നു ഈ കാര്യമായിട്ട് ഞാൻ ബന്ധപ്പെട്ട്. ഞാൻ ഇത് ചാനലിൽ ചർച്ച നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടേക്കുന്ന. കാരണം വെച്ചാൽ കഷ്ണത്തിലല്ല കഥ, ആള് മരിച്ചുപോയില്ലേ, മരിച്ചുപോയ ശേഷം കഷ്ണത്തിലല്ല കഥ. വ്യക്തമാണ്. വളരെ വിശദമായിട്ട് തന്നെ പ്രത്യേകിച്ച് ടോമി കടന്നു പോകുന്ന ആ ഒരു മാനസികാവസ്ഥ, ഒപ്പം എന്താണ് സംഭവിച്ചത് ആ ഒരു കാലഘട്ടത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ ടോമി പങ്കുവച്ചു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം
നിമിഷയുടെ മോചനത്തിനായിട്ട് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അങ്ങയുടെ കുടുംബത്തിന് ദൈവം താങ്ങാവട്ടെ, തണലാകട്ടെ. ഒപ്പം തന്നെ നിമിഷയുടെ മോചനത്തിനായിട്ട് ഇടപെടുന്ന സുമനസ്സുകളായിട്ടുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ എഫേർട്ടുകളെ ദൈവം അത് ഒരു ഫലപ്രാപ്തിയിൽ എത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിമിഷ ബിയോണ്ട് ദി സ്റ്റോറി പങ്കെടുത്ത നിമിഷയുടെ ഭർത്താവ് ടോമി, ഒപ്പം തന്നെ നിമിഷയുടെ അമ്മ പ്രേമകുമാരി, ഒപ്പം നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ വളരെ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ശ്രീ സാമുൽ ജെറോം, ഒപ്പം തന്നെ ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ട് നിമിഷയുടെ കുടുംബത്തിന് ഒപ്പം തന്നെ കരുതലും നൽകുന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫ്, 4 പേർക്കും നന്ദി.